പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണം കൊല്ലത്ത് ദിനംപ്രതി അനുദിനം നടക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തിയ അന്യസംസ്ഥാനക്കാരിയായ യുവതി ജീവകാരുണ്യ പ്രവർത്തകർ അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിൽ എത്തിച്ചു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പലരെയും ട്രെയിൻ കയറ്റി കേരളത്തിലേക്ക് വിടുന്നത് പതിവാവുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് 40 വയസ്സിനോളം പ്രായം തോന്നുന്ന ഒരു സ്ത്രീ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ലഘുഭക്ഷണങ്ങളും കഴിച്ച് ദിവസങ്ങളായി കഴിച്ചുകൂട്ടുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട റെയിൽവേ പോലീസ് ഉടൻ തന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശനെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഗണേശും സുഹൃത്ത് മനോജും ശ്യാമും ചേർന്ന് സ്ഥലത്തെത്തി. ഒറീസ സ്വദേശിനിയായ യുവതിയാണ് താനെന്നും തനിക്ക് 2 മക്കളുണ്ടെന്നും എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടതാണെന്നും അവർ പറഞ്ഞു. മാനസിക നിലയിൽ ചില പ്രശ്നങ്ങൾ തോന്നിയതോടെ ഇവരെ ഇവിടെ ഉപേക്ഷിക്കാതെ ജീവകാരുണ്യ പ്രവർത്തകർ പിങ്കു പോലീസിനെയും വിവരമറിയിപ്പിച്ചു. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇരവിപുരത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിലേക്ക് യുവതിയെ താൽക്കാലികമായി മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.